ചാപ്റ്റർ ഏതാ? സെവൻത്ത്. Good morning, all. Morning. Morning. Good morning, ma'am. Morning, Miss. Good morning, ma'am. Good morning, ma'am. ന്യൂസ് എടുത്ത് നോക്കിയോ എല്ലാവരും? ചേച്ചി എടുക്കുന്നുള്ളൂ. എടുക്കുന്നത് നോക്കാട്ടോ. ക്ലിയർ ആണോ മിസ് എടുത്തതൊക്കെ? ചാപ്റ്റർ ഫാർമസ്യൂട്ടിക്കൽസ്. ഓ, 7th chapter അല്ലേ മിസ്സേ? 7th ചാപ്റ്റർ. ഓക്കെ. ഡ്രഗ്സ് ആൻഡ് അതാണോ? ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഓക്കെ ടീച്ചർ. ഞാൻ 2 ക്ലാസ് കേറിയില്ലായിരുന്നു, സോറി ടീച്ചർ. ഓക്കെ. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. സ്വപ്ന ചേച്ചി ഏത് ബാച്ചാ?
ഹലോ, ആണെങ്കിൽ തുടങ്ങാറുണ്ട്, ക്ലാസ് തുടങ്ങാം. ഒരു മിനിറ്റ്. സ്ക്രീനിൽ ഒരു ഇത് എടുത്തിട്ടത് കാണുന്നുണ്ടോ? ബ്രാൻഡ് നെയിംസ്, ബ്രാൻഡ് BS, ജനറിക് ഡ്രഗ്സ് എന്നും പറഞ്ഞിട്ട് കാണുന്നുണ്ടോ? ഇതൊന്ന് എഴുതിയിട്ടേ. മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമുക്ക് ടേബിള് പഠിച്ചിട്ട് ബാക്കി പഠിക്കാന്ന് പറഞ്ഞില്ലേ മിസ് കഴിഞ്ഞ ദിവസം? അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ജനറിക് ഡ്രഗ്സും ബ്രാൻഡ് ഡ്രഗ്സും തമ്മിലുള്ള ഡിഫറൻസ്. ടോം ഉണ്ടായില്ല അല്ലെ ക്ലാസ്സില്? റെക്കോർഡഡ് ക്ലാസ് കാണാട്ടോ, ടൈം കിട്ടുമോ? ടീച്ചറെ പേജ് നമ്പർ എന്ന് പറഞ്ഞു തരാമോ? ഏതാണ്? ആരെങ്കിലും പേജ് നമ്പർ എന്ന് പറഞ്ഞു തരാമോ? ക്ലിയർ ആയിരിക്കും. പേജ് നമ്പർ അല്ലെ 76. ഇത് നിങ്ങളുടെ ബുക്കിലില്ല കേട്ടോ, ബുക്കിലില്ല, ഇത് പ്രിന്റിലില്ല. ഓ, പ്രിന്റിലില്ല. ഓക്കെ. ഇല്ല. അപ്പൊ എഴുതാം ബ്രാൻഡ് ഡ്രഗ്സ് VS ജനറിക് ഡ്രഗ്സ്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് മരുന്നിന് എന്തെങ്കിലും ഗുണങ്ങൾ ചെയ്യും അതിൽ നിന്ന്. അതായത് നമ്മുടെ കഴിക്കുന്ന മെഡിസിന്റെ ബെനിഫിറ്റ്സ് അല്ലെ, നമുക്ക് കഴിക്കുന്ന അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ, കെമിക്കൽസ്. നമ്മുടെ അസുഖം മാറ്റാനായിട്ട് ആ മെഡിസിനിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ ഉണ്ടാവില്ലേ, ആക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ. അതിനെയാണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അതെന്താണ്? നമ്മുടെ ബ്രാൻഡ് ഡ്രഗ്സിലും ജനറിക് ഡ്രഗ്സിലും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്താണ്? സെയിം ആയിരിക്കും കേട്ടോ, നോ ഡിഫറൻസ്. ബ്രാൻഡ് ഡ്രഗ്സിൽ അടങ്ങിയിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് തന്നെയായിരിക്കും ജനറിക് ഡ്രഗ്സുകളില്. പിന്നെ പ്രൈസിന്റെ ഡിഫറൻസ് എങ്ങനെയായിരിക്കും? ബ്രാൻഡ് ഡ്രഗ്സില് ജനറിക് ഡ്രഗ്സിനെ കൂടുതലായിരിക്കും. ഹയർ ഇൻ കോസ്റ്റ്. ജനറിക് ഡ്രഗ്സ് എങ്ങനെയാണ്? ലോവർ ഇൻ കോസ്റ്റ് അല്ലെ? പറയുന്നതോടൊപ്പം എഴുതിക്കോട്ടോ. നെക്സ്റ്റ്, ഇൻഷുറൻസ് കവറേജ്. ഇൻഷുറൻസ് കവറേജ് ടെസ്റ്റഡ് ആൻഡ് അപ്രൂവ്ഡ് ബൈ ദി FDA. എന്താണ്? നമ്മുടെ ഇൻഷുറൻസ് കവറേജ് കവേർഡ് ഇഫ് നോ ജനറിക് ഫ്രം അസിസ്റ്റ്. നമ്മൾ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുമ്പോൾ ഓരോ ഇൻഷുറൻസുകളും കവറേജ് ചെയ്യാനായിട്ട് ഓരോ കണ്ടീഷൻസ് ഉണ്ട് അല്ലെ? ഇത്ര റേഞ്ച് വരെ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉള്ളൂ അല്ലെ? ഇന്ന അസുഖത്തിന് മാത്രമാണ് നമുക്ക് കവറേജ് ലഭിക്കുള്ളൂ ഇല്ലേ? ഉണ്ടോ ഇൻഷുറൻസ് ക്ലെയിമില്ല? മെഡിക്കൽ ഇൻഷുറൻസ് പഠിച്ചില്ലേ? അപ്പൊ എന്താണ്? അങ്ങനെ ആ കണ്ടീഷൻസ്, നമ്മുടെ ബ്രാൻഡ് ഡ്രഗ്സുകൾ ആ കണ്ടീഷൻസ് ജനറിക് ഫോമുകൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അവർക്ക് എന്ത് കിട്ടുള്ളൂ? കവറേജ് ലഭിക്കും, ഇൻഷുറൻസ് കവറേജ് ലഭിക്കുകയുള്ളൂ. പക്ഷെ ജനറിക് ഡ്രഗ്സുകൾ എന്താണ്? നോർമലി ഓൾവേസ് കവേർഡ്. എല്ലായ്പ്പോഴും ജനറിക് ഡ്രഗ്സുകൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇൻഷുറൻസ് കവറേജിൽ പറയുന്ന കണ്ടീഷൻസ് അല്ലെ, അവർ പറയുന്ന ആ വ്യവസ്ഥകള് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം, എക്സിസ്റ്റ് ചെയ്താൽ മാത്രമാണ് എന്താണ് നമ്മുടെ ബ്രാൻഡ് ഡ്രഗ്സുകൾക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുള്ളൂ. അതിന്റെ കണ്ടന്റില്, അതിന്റെ ക്വാളിറ്റിയില് അപ്പൊ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? ബ്രാൻഡ് ഡ്രഗ്സുകൾക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. പക്ഷെ ജനറിക് ഡ്രഗ്സുകൾക്ക് എല്ലായ്പ്പോഴും ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നു. ക്ലിയർ ആയോ ഇൻഷുറൻസ് കവറേജ്? നെക്സ്റ്റ്, ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. എങ്ങനെയായിരിക്കും ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ മിസ് പറഞ്ഞത്? നമ്മ ആ മെഡിസിന് കളർ കൊടുക്കാനായിട്ട് അല്ലെ, ടേസ്റ്റ് കൊടുക്കാനായിട്ട്, പിന്നെ എന്താണ് ഫ്ലേവർ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിനെയാണ് ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രാൻഡ് ഡ്രഗ്സിൽ ഉപയോഗിക്കുന്ന ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ത് ചെയ്യണം? FDA, അതായത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ.
FDA എന്ന് പറഞ്ഞാല് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്താൽ മാത്രമാണ് എന്ത് ബ്രാൻഡ് ഡ്രഗ്സുകൾക്ക് ഈ ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായി പാടുള്ളൂ. പിന്നെ മറ്റേ ജനറിക് ഡ്രഗ്സുകളിൽ ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്തായിരിക്കും? നമ്മുടെ ബ്രാൻഡ് ഡ്രഗ്സുകളിൽ നിന്ന് ഡിഫർ എന്താണ് വ്യത്യാസപ്പെടുകയും കൂടാതെ എന്ത് ചെയ്യണം? FDA അക്സെപ്റ്റബിൾ അംഗീകാരം ലഭിക്കുക കൂടി വേണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? Yes, ma'am. ഡോസേജ് രണ്ടിന്റെയും സ്ട്രെങ്ത്തും ഡോസേജ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കണം അല്ലെ? മെഡിസിൻ ആണ് അല്ലെ? ജനറൽ ആണ്. ഇപ്പൊ നമ്മ പാരസെറ്റാമോള് ഡോളോ എങ്ങനെയാണ് നമ്മ അത് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എഫക്റ്റ് എന്താണ്? സെയിം അല്ലേ? പാരസെറ്റാമോള് 500 അല്ലെ? പാനഡോള് 500 അല്ലെ? അതിന്റെ ഡോസേജും സ്ട്രെങ്ത്തും എങ്ങനെയാണ്? ഒരേപോലെയല്ലേ? നോ ഡിഫറൻസ് അല്ലെ? രണ്ടിൽ എന്തില്ല? ഡിഫറൻസ് ഇല്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അപ്പിയറൻസ് ആൻഡ് ലുക്ക്. ലുക്ക് അപ്പിയറൻസിൽ എങ്ങനെയായിരിക്കും? നമ്മുടെ ബ്രാൻഡ് ഡ്രഗ്സും ജനറിക് ഡ്രഗ്സും ലുക്സിലും അപ്പിയറൻസിൽ എങ്ങനെയായിരിക്കും? ഡ്രഗ്സ് ആർ സ്റ്റാൻഡേർഡ് ഇൻ സൈസ്. ഏതാണ് ശ്രുതി പറയുന്നത്? സ്ട്രെങ്ത് ആണോ? ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണോ? ഏതാ പറയണ്ടേ? ആദ്യം തുടങ്ങി പറയാട്ടോ മിസ്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ആദ്യം തുടങ്ങി പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തുടങ്ങി പറഞ്ഞുതരാം. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പിയറൻസ് ഓഫ് ലുക്ക്. രണ്ടിന്റെ അപ്പിയറൻസും ലുക്ക് എങ്ങനെയായിരിക്കും? ഒരേപോലെ വരോ? ഡ്രഗ്സ് ആർ സ്റ്റാൻഡേർഡ് ഇൻ സൈസ്, കളർ, പാക്കിംഗ് എക്സെട്ര. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന മിസ് പറഞ്ഞില്ലേ, നമ്മ ഷൂസുകൾ വാങ്ങിക്കുകയാണെങ്കിലും സാധാരണ നോർമൽ ഷൂസുകളുണ്ട്, ബ്രാൻഡഡ് ഷൂസുകളുണ്ട് അല്ലെ? ഉണ്ടോ? അഡിഡാസ് അല്ലെ? അങ്ങനെയുള്ള ബ്രാൻഡഡ് ഷൂസുകളൊക്കെ ഇല്ലേ? ഉണ്ടോ? അപ്പൊ ഈ ജനറൽ ഷൂസിന്റെ പാക്കേജിങ്ങും സൈസും കളറും ഒക്കെ ഒരേപോലെ ആയിരിക്കോ? ബ്രാൻഡഡ് ഷൂവും നോർമൽ ഷൂവും തമ്മിലുള്ള അല്ല അല്ലെ? ഡിഫറൻസ് ആയിരിക്കില്ലേ? അതെന്തായിരിക്കും? ബ്രാൻഡഡ് ഷൂ ഒക്കെ എന്തായിരിക്കും? കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിരിക്കും അല്ലെ? സ്റ്റാൻഡേർഡ് ആയിരിക്കോ? അപ്പൊ എന്താണ് നോക്കിയേ, നമ്മുടെ ബ്രാൻഡ് ഡ്രഗ്സുകൾ എങ്ങനെയാ? കോസ്റ്റ്ലി ആയിരിക്കും അല്ലെ? അപ്പൊ എന്താണ്? ബ്രാൻഡ് ഡ്രഗ്സുകൾ കുറച്ചും കൂടി അതിന്റെ സൈസില്, കളറില്, പാക്കേജിങ്ങില് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും, നിലവാരം ഉണ്ടായിരിക്കും. ജനറിക് ഡ്രഗ്സുകൾ എന്താണ്? പാക്കേജിങ് ആൻഡ് ദ ഡ്രഗ്സ് ഇറ്റ്സെൽഫ് മേ ലുക്ക് ഡിഫറൻറ്റ്. എന്താണ്? ജനറിക് ഡ്രഗ്സ് ബ്രാൻഡ് ഡ്രഗ്സിന്റെയും എന്താണ് ലുക്സിലൊക്കെ എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതിന്റെ കളറിൽ വ്യത്യാസം ഉണ്ടാവും, പാക്കിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും, സൈസിൽ വ്യത്യാസം ഉണ്ടാവും, ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ എന്താണ്? ബ്രാൻഡ് ഡ്രഗ്സിൽ നിന്ന് ജനറിക് ഡ്രഗ്സിന്റെ അപ്പിയറൻസില്, ലുക്കില് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യം തുടങ്ങി ഇവിടെ പറയാം. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് ആ ഡ്രഗ്സിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള സജീവമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മിപ്പോ ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്കുള്ള അസുഖത്തിനെ മാറ്റാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് വേണ്ടേ? കണ്ടന്റ് വേണ്ടി ആ മരുന്നില്ല പ്രതിരോധിക്കാം അല്ലെ? അസുഖം മാറ്റാനുള്ള ഇൻഗ്രീഡിയൻസ് വേണം അല്ലെ? കെമിക്കൽസ് വേണം അല്ലെ? ആ കെമിക്കൽസിനെയാണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഒരു അസുഖം വന്നു, പനി വന്നു, ആ പനിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആക്റ്റീവ് മെഡിസിൻ ഉപയോഗിക്കുന്നതിൽ ആ മെഡിസിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എങ്ങനെയായിരിക്കണം? ബ്രാൻഡഡ് ഡ്രഗ്സ് ആണെങ്കിലും ജനറിക് ഡ്രഗ്സ് ആണെങ്കിലും എങ്ങനെയായിരിക്കും അതിന്റെ ഇൻഗ്രീഡിയൻസ്? സെയിം ആയിരിക്കണ്ടേ? സെയിം ആയിരിക്കണം അല്ലെ? അപ്പൊ നോക്കിയേ, നോ ഡിഫറൻസ്. ബ്രാൻഡ് ഡ്രഗ്സിലും ജനറിക് ഡ്രഗ്സിലും എന്താണ്? ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് വ്യത്യാസപ്പെടുന്നില്ല, സെയിം ആയിരിക്കും. നെക്സ്റ്റ് പ്രൈസ്.
എങ്ങനെയാണ് ബ്രാൻഡ്രെക്സിന്റെ പ്രൈസ് ഹൈ ഇൻ കോസ്റ്റ് അല്ലെ, ഒരുപാട് വില വരുന്നുണ്ട്. ജനറിക്സിന് എങ്ങനെയാണ് ലോവർ ഇൻ കോസ്റ്റ് അല്ലെ. നമുക്ക് നമ്മുടെ പാരസെറ്റാമോളും ഡോളും മേടിക്കുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏതിനാണ് റേറ്റ് കൂടുതലാണ്? പാരസെറ്റാമോളിനാണോ ഡോളോക്കാണോ? ഡോളോക്ക്. അപ്പൊ എന്താണ്, പ്രൈസില് വ്യത്യാസങ്ങളുണ്ട്. നെക്സ്റ്റ് എന്താണ്, ഇൻഷുറൻസ് കവറേജ്. ബ്രാൻഡ്രെക്സിന് എങ്ങനെയാണ് ആ ഇൻഷുറൻസുകാർ പറയുന്ന കണ്ടീഷൻസ്, അവരുടെ ടേംസുകൾ ഈ ഡ്രഗ്സില് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ്, എന്ന് വെച്ചാൽ അതിന്റെ പാക്കേജിങ്ങിലാവാം, കളറിങ്ങിലാവാം, ഇൻഗ്രീഡിയൻസിലാവാം, അത് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ് അവർക്ക് എന്ത് കിട്ടുള്ളൂ, ഇൻഷുറൻസ് കവറേജ് ലഭിക്കുകയുള്ളൂ. പക്ഷെ ജനറിക് ഡ്രഗ്സുകളില് എല്ലായ്പ്പോഴും നോർമലി ഓൾവേസ് കവേർഡ്, എല്ലായ്പ്പോഴും ഇത് ലഭിക്കുന്നുണ്ട്, ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിന്റെ ടേസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ കളറിന് വേണ്ടി അതല്ലെങ്കിൽ ഫ്ലേവറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഇതെന്താണ്, ബ്രാൻഡ്രെക്സിൽ എന്താണ്, നമ്മുടെ FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അപ്രൂവ് ചെയ്താൽ മാത്രമാണ് ബ്രാൻഡ്രെക്സുകൾ, അത് ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്താൽ മാത്രമാണ് ബ്രാൻഡഡ് ഡ്രഗ്സുകൾക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ജനറിക് ഡ്രഗ്സുകളില് ബ്രാൻഡ്രെക്സുകളിൽ നിന്ന് ഈ ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഡിഫറെന്റ് ആയിരിക്കും, വേറെ ആയിരിക്കും. കൂടാതെ എന്താണ്, FDAയുടെ അപ്രൂവൽ അംഗീകാരം ലഭിക്കുക കൂടി വേണം. നെക്സ്റ്റ് എന്താണ്, സ്ട്രെങ്ത് ഡോസേജിൽ എന്താണ്, രണ്ടും ഒരേപോലെ ആയിരിക്കും, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പിയറൻസ് ഓർ ലുക്ക്. എന്താണ്, ബ്രാൻഡ്രെക്സുകള് അതിന്റെ ലുക്സില്, പാക്കേജിങ്ങില്, സൈസില്, കളറിലൊക്കെ എന്തായിരിക്കും, സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും അല്ലെ, നിലവാരം ഉണ്ടായിരിക്കും. പക്ഷെ ജനറിക് ഡ്രഗ്സുകൾ എങ്ങനെയാണ്, പാക്കേജിങ് ആൻഡ് ദ ഡ്രഗ് ഇറ്റ്സെൽഫ് മേ ലുക്ക് ഡിഫറെന്റ്. നമ്മുടെ ബ്രാൻഡ്രെക്സിന്റെ പോലെ ആയിരിക്കില്ല. ബ്രാൻഡ്രെക്സിൽ നിന്ന് അതിന്റെ ലുക്സിൽ, ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും, കളറിൽ വ്യത്യാസം ഉണ്ടാവും, സൈസിലൊക്കെ പാക്കേജിങ്ങിലൊക്കെ എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി മിസ് ബാക്കി എടുക്കാം കേട്ടോ, ആ ചാപ്റ്റർ ബാക്കി എടുക്കാം. കാണുന്നില്ലേ? കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? മിസ്റ്റർ ടെക്കുന്ന സ്ക്രീൻ കാണുന്നില്ലേ എല്ലാവർക്കും? മിസ് ഇവിടെ ഈ ജനറിക് VS ബ്രാൻഡ് വരെയല്ലേ മിസ് എടുത്തത് അല്ലേ? അത് ഈവൻ ദോ എന്താണ്, certain characteristics may differ. എന്താണ്, നമ്മുടെ ബ്രാൻഡ് ഡ്രഗ്സും ജനറിക് ഡ്രഗ്സും അവരുടെ certain ചില ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, ചില സവിശേഷതകളിൽ എന്താണ്, ഡിഫറെന്റ് ആയിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. such as inactive ingredients. ഇൻആക്റ്റീവ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെ, എന്താണ്, നമ്മ ടേസ്റ്റിന് വേണ്ടി, ഫ്ലേവറിന് വേണ്ടി അല്ലെ, അപ്പൊ കളറിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആ ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസങ്ങൾ വരുന്നു. ഇൻ ഓർഡർ ഫോർ ദി FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ടു അപ്രൂവ് എ ജനറിക് ഡ്രഗ്, ദ ഡിഫർ ബിറ്റ്വീൻ എ ബ്രാൻഡ് ആൻഡ് ജനറിക് ഡ്രഗ് ക്യാൻ നോട്ട് എഫക്ട് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, സേഫ്റ്റി ഓർ ഇഫക്റ്റീവ്നെസ്. ഇതെന്താണ്, ഈ FDA അംഗീകാരം ലഭിച്ചാൽ മാത്രമാണ് അല്ലെ അവരെന്താണ്, ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ദ ഡിഫർ ബിറ്റ്വീൻ ബ്രാൻഡ് ഡ്രഗ്സ് ക്യാൻ നോട്ട് എഫക്ട്. എന്താണ്, ഈ ജനറിക് ഡ്രഗ്സും ബ്രാൻഡ് ഡ്രഗ്സും തമ്മിൽ എന്താണ്, സേഫ്റ്റിയിൽ അല്ലെ, എഫക്റ്റീവ്നെസ്സിലൊന്നും വ്യത്യാസമില്ല അല്ലെ. മിസ് പറഞ്ഞില്ലേ, ഡോസേജിൽ അല്ലെ, സേഫ്റ്റിയില് ഒന്നും വ്യത്യാസം വരുന്നില്ല അല്ലെ, സെയിം അല്ലേ അല്ലേ? അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതാ മിസ് പറഞ്ഞ ടേബിൾ ആവുമ്പോ നിങ്ങൾക്ക് ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുള്ളത്. എന്താ, നമ്മുടെ ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയൻസിലൊക്കെ ആയിരിക്കും
ഇത് തമ്മിൽ വ്യത്യാസം. അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സിലായിരിക്കും വ്യത്യാസം. പക്ഷെ എന്താണ് ഇതിന്റെ സേഫ്റ്റി അല്ലെ, സുരക്ഷിത പേഷ്യൻസ് ഉപയോഗിച്ചാലുണ്ടാകുന്ന സുരക്ഷിതത്വത്തിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു എഫക്റ്റ് അല്ലെ, കാര്യക്ഷമത, ആ ഫലപ്രാപ്തിയിലൊന്നും എന്താണ് വ്യത്യാസങ്ങൾ വരുന്നില്ല. The generic version of a drug will not look like the brand because trademark laws in the US do not allow a generic drug to look exactly like other drug already on the market. എന്താണ് നമ്മുടെ യുഎസിലെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ട്രേഡ്മാർക്ക് ലോ അനുസരിച്ച് എന്താണ് അവർ പറയുന്നുണ്ട്, മാർക്കറ്റില് നമ്മുടെ ബ്രാൻഡ് ഡ്രഗ്സും ജനറിക് ഡ്രഗ്സും എങ്ങനെ കാണാൻ പാടില്ല എന്ന്, ലുക്സില് ഒരേപോലെ കാണാൻ പാടില്ല. അവ തമ്മിൽ എന്തുണ്ടായിരിക്കണം, ലുക്സില് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് യുഎസിലെ ട്രേഡ് മാർക്ക് ലോസ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ബ്രാൻഡ് ഡ്രഗ്സും ജനറിക് ഡ്രഗ്സും അതിന്റെ ലുക്സിലെ അപ്പിയറൻസിലെ വ്യത്യാസങ്ങളുണ്ട്. ക്ലിയർ ആയോ? അതാ ടേബിൾ തന്നെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണോ? ആ ടേബിൾ തന്നെ ഇതിൽ കുറച്ചും കൂടി എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്, അപ്പിയറൻസില് അതിന്റെ ലുക്കിൽ വ്യത്യാസം എന്താണ്, നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ട്രേഡ് മാർക്ക് നിയമം അനുസരിച്ച് എന്താണ് ബ്രാൻഡഡ് ഡ്രഗ്സും നമ്മുടെ ജനറൽ ഡ്രഗ്സും അതിന്റെ ലുക്സിലും അപ്പിയറൻസിലും ഒരേപോലെ കാണാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ അതിന്റെ ഷേപ്സില്, അതല്ലെങ്കിൽ കളറില്, അല്ലെങ്കിൽ അതിന്റെ സൈസില്, അതല്ലെങ്കിൽ ഇതിന്റെ എന്താണ് പാക്കിങ്ങില് വ്യത്യാസങ്ങൾ വരണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. RX കണ്ടിട്ടുണ്ടോ? RX കണ്ടിട്ടുണ്ടോ നിങ്ങൾ? RX കണ്ടിട്ടുണ്ടോ? എവിടെയാണ് കണ്ടിരിക്കുന്നത്? ഇല്ല, ടോം കണ്ടിട്ടില്ല. പ്രിസ്ക്രിപ്ഷൻ ചീട്ട് നോക്കിയിട്ടേ ഇല്ല. പ്രിസ്ക്രിപ്ഷൻ ചീറ്റില്ല എന്ത് ചെയ്യുന്നുണ്ട്, അതിലൊരു ഹെഡിങ് പോലെ RX എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അല്ലേ? പ്രിസ്ക്രിപ്ഷൻ ചീറ്റിന്റെ മോളിൽ തന്നെ ഉണ്ട് RX എന്ന് പറഞ്ഞ ഡോക്ടർ ചെയ്തിട്ട് ഒരു അല്ലേ അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ടാണ് അല്ലേ മരുന്നുകൾ എഴുതുന്നത്. ശ്രദ്ധിക്കാത്ത ഡോമിനി പ്രിസ്ക്രിപ്ഷൻ ചീട്ടൊക്കെ കിട്ടുമ്പോ ഒന്ന് നോക്കുക. നോക്കിയേ, RX മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ. എന്താണ് RX എന്ന് പറയുന്നത്? ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ആണ് അല്ലെ? The symbol RX is usually said to stand for the Latin word receipt, meaning to take. എന്താണ് നമ്മുടെ RX ഉണ്ടായിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയ റെസിപ്റ്റിൽ നിന്നാണ്. എന്ന് വെച്ചാൽ എന്താ? ടു ടേക്ക്, എടുക്കുക അല്ലെ? ടു ടേക്ക്, എടുക്കുക എന്നർത്ഥം വരുന്ന ലാറ്റിൻ വേർഡ് ആയ റെസിപ്റ്റിൽ നിന്നുമാണ് RX എന്നുള്ള സിമ്പൽ ഉണ്ടായിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വരാട്ടാ, എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. അടയാളപ്പെടുത്തുക, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ദ സിമ്പൽ RX? എന്താണ് സിമ്പൽ RX-നെ നമ്മൾ എന്താണ് പറയുന്നത്? സെഡ് ടു സ്റ്റാൻഡ് ഫോർ ദി ലാറ്റിൻ വേർഡായ റെസിപ്റ്റ്, അത് നിന്നാണ് ഈ RX എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ടു ടേക്ക്, എടുക്കുക എന്നുള്ള അർത്ഥം. ഇറ്റ് ഈസ് കസ്റ്റമറലി പാർട്ട് ഓഫ് ദി സബ്സ്ക്രിപ്ഷൻ ഓർ ഹെഡിങ് ഓഫ് എ പ്രിസ്ക്രിപ്ഷൻ. കണ്ടോ, പ്രിസ്ക്രിപ്ഷനിന്റെ എന്താണ് സാധാരണയായി ഒരു പ്രിസ്ക്രിപ്ഷന്റെ എന്താണ് സബ്സ്ക്രിപ്ഷൻ, അതല്ലെങ്കിൽ ഹെഡിങ് ആയിട്ടാണ് നമ്മൾ ഈ RX ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? To take customarily part of the വായിച്ചത് മാറിപ്പോയി. സൂപ്പർസ്ക്രിപ്ഷൻ ഓർ ഹെഡിങ് ഓഫ് എ പ്രിസ്ക്രിപ്ഷൻ. എന്താണ് ഒരു പ്രിസ്ക്രിപ്ഷന്റെ സൂപ്പർസ്ക്രിപ്ഷൻ, അതല്ലെങ്കിൽ ഹെഡിങ് ആയിട്ടാണ് നമ്മൾ എന്തുപേർ സാധാരണയായി RX ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് scheduled drugs. Scheduled drugs, these are drugs which cannot be purchased over the counter without the prescription of a qualified doctor. ഒരു ക്വാളിഫൈഡ് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് ഇല്ലാതെ അല്ലെ, മരുന്ന് കുറിപ്പടി ഇല്ലാതെ എന്താണ് നമുക്ക് ഈ ഡ്രഗ്സുകള്, ഈ ഷെഡ്യൂൾഡ് ഡ്രഗ്സുകള് നമുക്ക് എന്താണ് ഫാർമസി കൗണ്ടറിൽ നിന്ന് ലഭിക്കുകയില്ല. ക്ലിയറായോ? ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ
പ്രിസ്ക്രിപ്ഷൻ ചീട്ടില്ലാതെ എന്താണ് നമുക്ക് ഒരു ഫാർമസി കൗണ്ടറിൽ നിന്നും നമുക്ക് ഈ ഷെഡ്യൂൾഡ് ഡ്രഗ്സുകൾ ലഭിക്കുകയില്ല. ദ മാനുഫാക്ചറർ ആൻഡ് സെയിൽസ് ഓഫ് ഓൾ ഡ്രഗ്സ് ആർ കവേർഡ് അണ്ടർ ദി ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ്, കോസ്മെറ്റിക് ആക്ട് ആൻഡ് റൂൾസ്. എന്ത് ചെയ്യണം? ഈ മരുന്നുകളുടെ നിർമ്മാണവും സെയിലും വിതരണവും എന്തിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആൻഡ് റൂൾസിനെ അനുബന്ധിച്ചാണ് ഈ ഷെഡ്യൂൾഡ് ഡ്രഗ്സുകളുടെ മാനുഫാക്ചറിംഗ്, നിർമ്മാണവും സപ്ലൈയും സെയിൽസ്, വിതരണവും നടക്കുന്നത്. നെക്സ്റ്റ് മിസ് അതില് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് എന്താണെന്ന് പറഞ്ഞുതരാം. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് നിലവിൽ വന്നത് 1985-ലാണ്. ഡ്രഗ്സ് ആൻഡ് എടുത്തത് മാറി. സോറി, ഞാൻ മിസ് പറഞ്ഞത് മാറിപ്പോയി. വേറെ ഒരു ലോയും കൂടി വരുന്നുണ്ട്, അങ്ങോട്ടും കൂടെ ഇതായിപ്പോയി. നെക്സ്റ്റ് ഇത് പറയുന്നത് എന്താണ്? ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആൻഡ് റൂൾസ് പറയുന്നത് മരുന്നുകളുടെ, ഡ്രഗ്സുകളുടെ ഇറക്കുമതി അല്ലേ? മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ഡ്രഗ്സുകൾ ഇറക്കുമതി ചെയ്യുന്നില്ലേ, ഇമ്പോർട്ട് ചെയ്യുന്നില്ലേ ഇവിടെ? അങ്ങനെയുള്ള ഇറക്കുമതി, ഉൽപാദനം അല്ലെ, മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ നടത്തുക, ഉൽപാദനം, വിതരണം എന്നിവ നിയന്ത്രിക്കുന്ന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു നിയമമാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്. 1940-ലാണ് ഇത് നിലവിൽ വന്നത്. ക്ലിയർ ആയോ? മരുന്നുകളുടെ ഇറക്കുമതി, ഉൽപാദനം, വിതരണം എന്നിവ നിയന്ത്രിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ നിയമമാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്. 1940-ലാണ് ഇത് നിലവിൽ വന്നത്. ഓക്കെ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. ഇതിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഈ ആക്ടുമായി ബന്ധപ്പെട്ട്, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എഴുതണമെങ്കിൽ എഴുതാം. പറയണോ മിസ്? ഒന്നുകൂടെ പറയണം. മരുന്നുകളുടെ ഇറക്കുമതി, മരുന്നുകളുടെ ഇറക്കുമതി, ഉൽപാദനം, പ്രൊഡക്ഷൻ, വിതരണം എന്നിവ നിയന്ത്രിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ നിയമമാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്. ഇന്ത്യൻ പാർലമെന്റിന്റെ നിയമമാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്. 1940-ലാണ് ഇത് നിലവിൽ വന്നത്. ഇന്ത്യയിൽ, നെക്സ്റ്റ് സെന്റൻസ്, ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന ഒരുപാട് മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും കോസ്മെറ്റിക്സും വിറ്റഴിക്കുന്നുണ്ട് അല്ലെ? ഉണ്ടോ? ആദ്യത്തേലും കൂടുതലാണല്ലേ ഇപ്പൊ കോസ്മെറ്റിക്സ് ആളുകൾ ഉപയോഗിക്കുന്നത്, ആണോ? അപ്പൊ ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന മരുന്നുകളുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളും, ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും സുരക്ഷിതവും സേഫ്റ്റിയും ഫലപ്രദവും രാജ്യത്തെ ഗുണനിലവാര നിബന്ധനകൾക്ക് അനുയോജ്യവും
ഗുണനിലവാര നിബന്ധന നമ്മ പറഞ്ഞു അല്ലെ, ക്വാളിറ്റി അഷുറൻസിൽ അതല്ലെങ്കിൽ നമ്മ ഒരുപാട് ഇത് പഠിച്ചു അല്ലെ, ക്വാളിറ്റി അല്ലെ, ഓരോന്നിനും ക്വാളിറ്റി ഉണ്ടായിരിക്കും സർവീസുകൾക്ക് അല്ലെ, മരുന്നുകൾക്ക്, പ്രവർത്തനങ്ങൾക്കൊക്കെ ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞല്ലേ, ഗുണനിലവാരം അല്ലെ. അപ്പൊ എന്താണ്, രാജ്യത്തെ ഗുണനിലവാര നിബന്ധനകൾക്ക് അനുയോജ്യവുമാണെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശ്യം. ഇവര് ഈ ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന മരുന്നുകളും സൗന്ദര്യ വസ്തുക്കളും എന്താണ്, അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അല്ലെ, പേഷ്യൻസിനാകാം അല്ലെ, മറ്റുള്ള ആളുകൾക്ക് സൗന്ദര്യ വസ്തുക്കള് പേഷ്യൻസുകൾ ഉപയോഗിക്കുന്നത് സാധാരണ നോർമൽ പേഴ്സൺസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് സുരക്ഷിതവും അല്ലെ, അവരുടെ സേഫ്റ്റി, അവർക്ക് എഫക്റ്റീവ് അല്ലെ, ഫലപ്രദവും, പിന്നെ എന്താണ്, ഗുണനിലവാര നിബന്ധനകൾക്ക് അല്ലെ, ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ ആക്ടിന്റെ, ഈ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശം. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്താണ്, സുരക്ഷിതത്വവും ഫലപ്രദവും, കൂടാതെ അവരെന്താണ്, ഗുണനിലവാര നിബന്ധനകൾക്ക് അനുയോജ്യമാണോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? ഉറപ്പുവരുത്തുകയാണ് ഈ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശം. നെക്സ്റ്റ് 1900 ഇതിനോടനുബന്ധിച്ച്, ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിനോടനുബന്ധിച്ച് ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിനോടനുബന്ധിച്ച് 1945 വിവിധ ഷെഡ്യൂളുകൾക്ക് കീഴിലുള്ള മരുന്നുകളുടെ വർഗീകരണം. ഓരോ ഷെഡ്യൂളിന് കീഴിലും ഓരോ തരത്തിലുള്ള മരുന്നുകളാണ്. ഇപ്പൊ ആ ഷെഡ്യൂള് നമുക്ക് A മുതൽ Z വരെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഓരോ മരുന്നുകളും പഠിക്കാനുണ്ട് കേട്ടോ, ജസ്റ്റ് മിസ് പറയുന്നുള്ളൂ. A മുതൽ Z വരെ എന്താണ്, മരുന്നുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ ഷെഡ്യൂളിലും ഏതൊക്കെ മരുന്നുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഷെഡ്യൂളുകൾക്ക് കീഴിലുള്ള മരുന്നുകളുടെ വർഗീകരണം ഓരോ ഷെഡ്യൂളിലെയും മരുന്നുകളുടെ സംഭരണം, സ്റ്റോറേജ് അല്ലെ. ഓരോ മരുന്നുകളും ഓരോ പ്രത്യേക രീതിയിലായിരിക്കും അല്ലെ സ്റ്റോർ ചെയ്യുന്നത്. നമുക്കറിയാം നാർക്കോട്ടിക് ഡ്രഗ്സുകൾ എങ്ങനെയാണ്, കൂടുതൽ സേഫ്റ്റി ആയിട്ട് അല്ലെ, ഓതറൈസ്ഡ് പേഴ്സന്റെ കീഴിലായിരിക്കണം അല്ലെ, സേഫ് ആയിട്ട്. മറ്റേ നമ്മുടെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് എങ്ങനെയാണ്, തണുപ്പിച്ച് അല്ലെ, കോൾഡ് സ്റ്റോറേജ് ചെയ്യണം അല്ലെ. ഓരോ ഷെഡ്യൂളുകളിലെയും മരുന്നുകളുടെ സംഭരണം, അത് എങ്ങനെ സ്റ്റോർ ചെയ്യണം, സംഭരണം, അതിന്റെ വിൽപ്പന, പ്രദർശനം, അതായത് ലേബലിംഗ് ഒക്കെ ഇല്ലേ, ലേബലിംഗ്, പ്രദർശനം എന്ന് ഉദ്ദേശിക്കുന്നത് ആ മരുന്നുകൾ ലേബൽ ചെയ്യില്ലേ, ഓരോ ഷെഡ്യൂളിലും പെടുന്ന മരുന്നുകളുടെ ലേബലിംഗ്. പിന്നെ പ്രിസ്ക്രിപ്ഷൻ എന്നിവയെ കുറിച്ചുള്ള നിബന്ധനകൾ ഉൾക്കൊള്ളുന്നു. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയോ, ഒന്ന് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ഒന്ന് വായിച്ചു നോക്കിയോ, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്.
ഇയർ ഈ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് നിലവിൽ വന്നത് 1940. ഇത് ഷെഡ്യൂളുകൾക്ക് കീഴില് വർഗീകരണം നടത്തുക അങ്ങനെയൊക്കെ ചെയ്തത് 1945. ഷെഡ്യൂളൈസ് ചെയ്തത് 1945. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? കുറെ പറയുന്നുണ്ട്, ഓരോന്നിലും നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് മിസ്. അതുകൊണ്ട് പതുക്കെ എടുക്കുന്നത്, ഒരുവിധം പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ 7th എക്സാം നടക്കുകയാണ് അല്ലെ? എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്, ശനിയാഴ്ച ഉണ്ടായിരുന്ന. ഇനി അപ്പൊ അവർക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കുഴപ്പമുണ്ടോ? സ്പീഡ് കുറവുണ്ടോ? കുറച്ചുകൂടി സ്പീഡിൽ എടുക്കണോ? സ്പീഡും ഇങ്ങനെ എടുത്താൽ മതിയോ? ഓക്കെ, അത് കുറച്ച് സ്പീഡിൽ എടുക്കേണ്ട ഭാഗമാകുമ്പോൾ മിസ് എടുത്തോളാം ടൈം. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനാണ് പതുക്കെ എടുക്കുന്നത്. നെക്സ്റ്റ്, a drug, medicine or other substance specified in any direction given by secretary or state under section 28U of the act as being a drug, medicine or other substance which may not be ordered for patients in the provision of medical services under the contract or except where the conditions in clause 291 are satisfied. നിയമത്തിന്റെ സെക്ഷൻ 28U പ്രകാരം സ്റ്റേറ്റ് സെക്രട്ടറി നൽകിയിട്ടുള്ള ഏതെങ്കിലും നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു മരുന്ന്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രഗ്, അല്ലെങ്കിൽ ഒരു മെഡിസിൻ, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ്, അതെന്ത് ചെയ്യണം? ആ പ്രിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിന്റെ മെഡിക്കൽ സർവീസ്, ലൈക്ക് നമുക്ക് ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞാല് ഡോക്ടർ എന്ത് ചെയ്യും? പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുമല്ലോ, അവർക്ക് വേണ്ട പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കും അല്ലെ? അപ്പൊ അവർക്ക് ആ മെഡിക്കൽ സർവീസിന് ഉചിതമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ അല്ലേ എഴുതി കൊടുക്കുന്നത്? മെഡിക്കൽ കണ്ടീഷൻസിന് ഉചിതമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷനല്ലേ? അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ മരുന്നിൽ നിന്ന്, ആ ഷെഡ്യൂളൈസ് ചെയ്തതിന് അല്ലെങ്കിൽ ആ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിരിക്കുന്ന മരുന്നിൽ ഉൾപ്പെടാത്ത മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? കൊടുക്കാൻ പാടില്ല അല്ലെ? അങ്ങനെ ഉൾപ്പെടുത്താത്ത മരുന്നുകള് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ പേര് കംപ്ലൈന്റ് കൊടുക്കാം. പിന്നെ അവർക്ക് സാക്ഷിയായിട്ട് നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും? 291 പറയുന്നത് അവർക്കെതിരെ ആ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് നമുക്ക് തെളിവായിട്ട് കൊടുക്കാം അല്ലെ? ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് തെളിവായിട്ട് കൊടുക്കാലോ. പിന്നെ കൂടാതെ എന്താണ്? ഡോക്ടർക്ക് നേരിട്ട് പോയി സാക്ഷി പറയാം അല്ലെ? കോടതിയിൽ നേരിട്ട് പോയി സാക്ഷി പറയാലോ. അതൊക്കെയാണ് 291 ഉൾപ്പെടുന്നത്. എന്താണ്? രോഗികൾക്ക് അവരുടെ മെഡിക്കൽ സർവീസിൽ കൊടുക്കുന്ന, അവരെ ആ കോൺട്രാക്റ്റിൽ അല്ലെ, ആ ഒരു സമയത്ത് അവർക്ക് പ്രിസ്ക്രൈബ് കൊടുക്കുന്ന മരുന്നുകൾ കൂടാതെ പേഷ്യൻസിന് വേറെ ഏതെങ്കിലും മരുന്നുകൾ ആ ഫാർമസിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റുന്ന? അവർക്കെതിരെ തെളിവായിട്ട് നമുക്ക് ആ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് കൂടാതെ എന്താണ്? ഡോക്ടർക്കും സാക്ഷി പറയാൻ സാധിക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഫസ്റ്റ് പറയുന്നില്ലേ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അണ്ടർ സെക്ഷൻ 28U എന്ന് പറയുന്നില്ലേ? അത് പ്രകാരം അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? നിയമത്തിന്റെ സെക്ഷൻ 28U പ്രകാരം സ്റ്റേറ്റ് സെക്രട്ടറി നൽകിയിട്ടുള്ള ഏതെങ്കിലും നിർദ്ദേശങ്ങളിൽ വ്യക്തമായിട്ടുള്ള മരുന്ന് എന്ന് വെച്ചാല് ഈ 28U പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഓരോ മരുന്നുകളും ലേബൽ ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? മാനുഫാക്ചറുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തണമല്ലോ. ആ മാനുഫാക്ചറർ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുക, ഒരു മരുന്നിന്റെ ലേബലിംഗില് മാനുഫാക്ചറർ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുക എന്നുള്ളത് കമ്പൽസറി, മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കണ്ടിട്ടുണ്ടോ? മാനുഫാക്ചറുടെ പേരില്ലാത്ത ഏതെങ്കിലും ഒരു മരുന്നിന്റെ ഇത് കണ്ടിട്ടുണ്ടോ? കവർ കണ്ടിട്ടുണ്ടോ?
ഇല്ല അല്ലെ? അപ്പൊ അതെന്താണ്? മാൻഡേറ്ററി നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ മാനുഫാക്ചറിനെതിരെ എന്ത് നടക്കും? നിയമ നടപടികൾ സ്വീകരിക്കും. 1 വർഷം തടവും പിന്നെ എന്താണ്? 20,000 രൂപ വരെ അവർക്ക് പിഴയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഓരോ നിയമങ്ങളാണ് പറയുന്നത് തന്നെ. ക്ലിയർ ആയോ? 28U ക്ലിയർ ആയോ? സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി നൽകിയിട്ടുള്ള 28U പ്രകാരം ക്ലിയർ ആയോ? മരുന്നിന്റെ കവറില് എന്താണ്? മാനുഫാക്ചറുടെ വിവരങ്ങള് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്താണ്? അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. എന്തിട്ടാണ് എന്തൊക്കെ സാധ്യതയുണ്ട്? ആ മാനുഫാക്ചർക്ക് 1 വർഷം തടവും 20,000 രൂപ വരെ ഫൈനും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഒരു ഡ്രഗ്, ഒരു മെഡിസിൻ അല്ലെങ്കിൽ അതർ സബ്സ്റ്റൻസ്, അതല്ലെങ്കിൽ എന്താണ്? ഡ്രഗുകള് ഒരു പേഷ്യൻസിന്റെ മെഡിക്കൽ സർവീസിൽ അവര് കരാർ വ്യവസ്ഥയിൽ, അതായത് അവര് പ്രിസ്ക്രിപ്ഷൻ ചീറ്റില് ഉൾപ്പെടുത്താത്തത് ആ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നൽകിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഫാർമസിക്കെതിരെ അവർക്കെതിരെ എന്താണ്? നിയമ നടപടികൾ സ്വീകരിക്കും. എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രിസ്ക്രിപ്ഷൻ ചേർത്ത് അവർക്കുള്ള എന്താണ്? രേഖയായിട്ട് നമുക്ക് കാണിക്കാം അല്ലെ? കോടതിയിൽ കാണിക്കാനോ? അങ്ങനെ അവർ ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാല് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ? അപകടങ്ങൾ ഉണ്ടാവില്ലേ? റിസ്കുകൾ ഉണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ഈ അത് പ്രൊവൈഡ് ചെയ്ത ആളുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാം. അവർക്ക് എന്താണ്? ഈ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് അവർക്കുള്ള തെളിവായിട്ടും കൂടാതെ എന്താണ്? ഡോക്ടർക്ക് വന്ന് അവർക്ക് വേണ്ടി സാക്ഷി പറയാനായും സാധിക്കുന്നു. ഓക്കെ ആണോ? കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട, ഇതൊന്നും മാത്രം പഠിച്ചാൽ മതിട്ടാ. നെക്സ്റ്റില് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടെ. 291 ആർ സാറ്റിസ്ഫൈഡ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടെ. നിങ്ങൾ ഒരുപാട് ഇവിടെ തെറ്റ് വന്നിട്ടുണ്ട്, റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. കിട്ടോ? ഇനി ആ ഡ്രഗ് മുതല് വിച്ച് വരെയുള്ളത് അത് കട്ട് ചെയ്ത് കളഞ്ഞ, ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞ അത് വേണ്ട നിങ്ങൾക്ക്. അത് മുകളിലേക്ക് തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ വന്നേക്കുന്നതാണ്. കട്ട് ചെയ്ത് കളഞ്ഞോ? ഇപ്പൊ മിസ് പറഞ്ഞു നിർത്തിയില്ലേ? 291 ആർ സാറ്റിസ്ഫൈഡ്. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. എന്നിട്ട് എ ഡ്രഗ്, മെഡിസിൻ ഓർ അതർ സബ്സ്റ്റൻസസ് അവിടെ മുതൽ കട്ട് ചെയ്ത് കളഞ്ഞ നിങ്ങൾക്ക് വേണ്ടത് കട്ട് ചെയ്ത് കളയാം. റിപ്പീറ്റേഷൻ വന്നിരിക്കുന്നതാണ്, മുകളിൽ തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ. വിച്ച് വരെ? 28U of the act as being a drug, medicine or other substance. Which? ആ വിച്ച് വരെ കട്ട് ചെയ്തോ? എന്നിട്ട് ഷെഡ്യൂൾ ഡ്രഗ്സ് ക്യാൻ, എന്നിട്ട് ഈ ക്യാനിന്റെ മുമ്പ് ഷെഡ്യൂൾ ഡ്രഗ്സ് എഴുതാം. എഴുതിയോ? അപ്പൊ അത് പറയുന്നത് ഷെഡ്യൂൾ ഡ്രഗ്സ് ക്യാൻ ഓൺലി ബി ഓർഡേർഡ് ഫോർ സ്പെസിഫൈഡ് പേഷ്യൻസ് ആൻഡ് സ്പെസിഫൈഡ് പർപ്പസ്. എന്താണ് ഷെഡ്യൂൾ ഡ്രഗ്സുകള്? എന്താണ് ഷെഡ്യൂൾ ചെയ്ത മരുന്നുകള് നിർദ്ദിഷ്ട രോഗികൾക്കും നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്ക് അല്ലെ, ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിനും സ്പെസിഫൈഡ് പർപ്പസിനും എന്താണ് അവർക്ക് വന്നിരിക്കുന്ന ആ ഒരു അസുഖത്തിന് മാത്രം നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവർക്കെതിരെ എന്ത് പറ്റും? നിയമപരമായ നടപടികൾ സ്വീകരിക്കും. ക്ലിയർ ആയോ? ഷെഡ്യൂൾ ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താണ്? ഷെഡ്യൂൾ ഡ്രഗ്സുകള് സ്പെസിഫൈഡ് പേഷ്യൻസിന് സ്പെസിഫൈഡ് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടുള്ള, പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പാടുള്ള മരുന്നുകളാണ്. ഓക്കെ ആയോ? ഷെഡ്യൂൾ ഡ്രഗ്സ് ഓക്കെ ആയോ? ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ല? ഇപ്പൊ ഒരു
മിസ് ഒരു ഇതുപോലെ പറഞ്ഞുതരാം. ഒരു ഫാർമസിയിൽ നിന്ന് നമ്മൾ മരുന്ന് മേടിക്കുകയാണ്. ഫസ്റ്റ് പറയുന്നതാണ് കേട്ടോ, മരുന്ന് മേടിക്കാന്. ആ മരുന്നില് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ചീട്ടിലില്ലാത്ത മരുന്നുകള് അവര് നമുക്ക് തന്നു കഴിഞ്ഞാല് നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കുമോ? എന്തെങ്കിലും രീതിയിൽ ബാധിക്കോ കേട്ടോ? ബാധിക്കില്ലേ? പ്രിസ്ക്രിപ്ഷൻ ചീട്ടിലില്ലാത്ത മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാലോ? ബാധിക്കില്ല. ഡോസ് കൂടിയ മരുന്നുകൾ ഇല്ലേ? ബാധിക്കില്ലേ? വേറൊരു രീതിയിൽ ബാധിക്കില്ലേ? അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് അവർക്കെതിരെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തൂടെ? നമുക്ക് ആ പ്രൊവൈഡ് ചെയ്ത ആളുകൾക്കെതിരെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തൂടെ? അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് അവർക്കെതിരെ നമ്മുടെ കയ്യിലുള്ള പ്രിസ്ക്രിപ്ഷൻ ചീട്ട് തെളിവായിട്ട് കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? തെളിവായിട്ട് കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? കൂടാതെ ആ പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്ന ഡോക്ടർക്ക് നമുക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നൂടെ? കോടതിയില് സാക്ഷി പറയാൻ വന്നൂടെ? അതൊക്കെയാണ് 291 ആർ സാറ്റിസ്ഫൈഡ്. എന്താണ്? ആ പ്രിസ്ക്രിപ്ഷൻ, ആ സബ്സ്റ്റൻസ്, ആ ഡ്രഗ് അല്ലെങ്കിൽ ആ മെഡിസിൻ ആ പേഷ്യൻസിന്റെ എന്താണ് മെഡിക്കൽ സർവീസ് പ്രൊവിഷനില് ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലെ? അവരതിൽ ഉൾപ്പെടുത്താത്ത മരുന്നുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 291 സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അവർക്കെതിരെ നമുക്ക് കംപ്ലൈന്റുകൾ രജിസ്റ്റർ ചെയ്യാൻ, അവർക്കെതിരെ നമുക്ക് എന്താണ് തെളിവുകൾ നിരത്താനും സാധിക്കുന്നു. ഓക്കെ ആയോട്ടോ? ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെ ആയോ കേട്ടോ? ഏറെ ഒന്നുകൂടെ വായിച്ചിട്ട് നോക്കാട്ടാ. പിന്നെ പറയുന്നത് 28U എന്ന് പറയുന്നത് 28U പ്രകാരം എന്താണ് നമ്മ മേടിക്കുന്ന മരുന്നുകളില് മാനുഫാക്ചർ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് വേഗം പോയി നോക്കാട്ടാ. ഒരു മരുന്നിന്റെ കവർ എടുത്ത് നോക്കാം. അപ്പൊ അങ്ങനെ മാനുഫാക്ചറുടെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളത് അതെന്താണ്? കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ മാനുഫാക്ചർക്കെതിരെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. ആ മരുന്ന് കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലേ നമ്മൾ ആരെടുത്ത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ അതെന്ത്? കംപ്ലൈന്റ് കൊടുക്കാം. അപ്പൊ എന്ത് പറ്റും? ആ മാനുഫാക്ചർക്ക് 1 വർഷം തടവും 20,000 രൂപ വരെ ഫൈൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആയോ എല്ലാവർക്കും? പിന്നെ പറയുന്നത് സ്പെസിഫൈഡ് ഡ്രഗ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? സ്പെസിഫൈഡ് ഡ്രഗ്സ് നമ്മുടെ എന്താണ് നിർദ്ദിഷ്ട സ്പെസിഫൈഡ് ഷെഡ്യൂൾഡ് ഡ്രഗ്സുകള് സ്പെസിഫൈഡ് പേഷ്യൻസ് അല്ലേ? എന്താണ് അത്? നിർദ്ദിഷ്ട രോഗികൾക്ക് ആ സ്പെസിഫൈഡ് പർപ്പസിന് വേണ്ടി മാത്രം നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് അല്ലെ നമുക്ക് നിർദ്ദേശിക്കാൻ പാടുള്ള മരുന്നുകളാണ്. ഇപ്പൊ കീമോതെറാപ്പിയുടെ മരുന്ന് നമുക്ക് വേറെ ഏതെങ്കിലും പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുമോ? അത്രയും എഫക്റ്റ് ഉള്ള മരുന്നാണ് അല്ലെ? അത്രയും ഡോസ് ഉള്ളത്, അത്രയും ഇതുള്ള മരുന്ന്, റിസ്ക് ഉള്ള മരുന്നാണ് അല്ലെ? അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്? അതാണ് പറയുന്നത് സ്പെസിഫൈഡ് പേഷ്യൻസിന് സ്പെസിഫൈഡ് പർപ്പസിന് വേണ്ടി മാത്രം നമുക്ക് പ്രിസ്ക്രൈബ് ഓർഡർ ചെയ്യാൻ പറ്റുന്ന മരുന്നുകളാണ് ഷെഡ്യൂൾഡ് ഡ്രഗ്സ്. ഇതെടുത്ത ഭാഗം ക്ലിയർ ആണോ? ഇന്നെടുത്ത ഭാഗം ഓക്കെ ആണോ? നിങ്ങൾ ഇത് വായിച്ചു നോക്കുമ്പോ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും കേട്ടോ. അതുകൊണ്ടാണ് മിസ് ഇത്രയും സ്ലോയിൽ എടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഷെഡ്യൂൾ ഡ്രഗ്സുകൾ കുഴപ്പമില്ല, കുറച്ചും കൂടെ സ്പീഡിൽ എടുക്കാൻ പറ്റുന്നതാണ്. ഈ പോർഷൻസ് ഇങ്ങനെ ആയത് കാരണമാണ് മിസ് സ്ലോ ആക്കിയത്. അപ്പൊ ബാക്കി മിസ്സിന്റെ ടൈപ്സ് ഓഫ് ഷെഡ്യൂൾ ഡ്രഗ്സ് ഇതല്ലേ എഡിറ്റ് ചെയ്തത്. നമുക്ക് ഈ 291 ആർ സാറ്റിസ്ഫൈഡ് എന്ന് കൊടുത്തിട്ടില്ലേ? അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. ഫുൾ സ്റ്റോപ്പ് ഇട്ടോ. അത് കഴിഞ്ഞിട്ട് ആ വരുന്ന സെന്റൻസ് വിട്ട് എ ഡ്രഗ് മെഡിസിൻ ഓർ അതർ സബ്സ്റ്റൻസ് അതുപോലെ മുതൽ ക്യാൻസൽ ചെയ്തേ. ചെയ്തോ? ഐശ്വര്യല്ലേ ചോദിച്ചേ? ചെയ്തോ?
എന്നിട്ട് വിച്ച് വരെ വെട്ടിക്കളാം. മിസ് കഴ്സർ വെച്ചിട്ടുണ്ടെങ്കിലേ വിച്ച് അവിടെ വരെ ക്യാൻസൽ ചെയ്ത് കളാം. എന്നിട്ട് ഈ ക്യാനിന്റെ മുമ്പില് എന്ത് എഴുതാം? ഷെഡ്യൂൾഡ് ഡ്രഗ്സ്. Scheduled drugs can only be ordered for specified patients and specified purpose. Okay, ആയോ ഐശ്വര്യ? കിട്ടിയോ? അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഒന്നുകൂടെ പറയണം. 291 ആ സാറ്റിസ്ഫൈ വേണ്ട. ഓക്കെ, മിസ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ ആരെങ്കിലോട് ചോദിക്കാണ്. മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.